ഡൊണാൾഡ് ജെ ട്രംപ് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ഭാവം ലോകത്തിന്റെ സുപ്രീം പ്രസിഡന്റാണ് താനെന്നാണ്. ഇന്ത്യക്കിട്ട് പരമാവധി പണിയുന്നുണ്ട് ഈ ട്രംപൻ. ഇപ്പോൾ പരനാറി എന്ന് വിളിക്കുന്നതിന് ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭാഷയും ട്രംപൻ എന്താണ്? എന്തുകൊണ്ട് ഉത്തരേന്ത്യക്കാർ എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ പരനാറി എന്നും ട്രംപൻ എന്ന ഇരട്ടപ്പേരിലും വിളിക്കുന്നു? എന്തുകൊണ്ട് ലോകത്തെ മറ്റു ഭാഗങ്ങളിൽ അങ്ങനെ വിളിക്കുന്നത് നാം കേൾക്കുന്നില്ല? അതിന് കാരണമുണ്ട്. കാരണം ട്രംപും ഇന്ത്യയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അമേരിക്കയിൽ ഇദ്ദേഹം സ്വേച്ഛാധിപതിയാണെങ്കിൽ ഇന്ത്യയിൽ ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്. ആര്? ഡൊണാൾഡ് ട്രംപ്. വിശ്വസിക്കുന്നില്ല അല്ലേ? ഇന്ത്യക്കാരെ പറ്റിച്ച് കബളിപ്പിച്ച് നിരവധി ആൾക്കാരെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന ഡൊണാൾഡ് ട്രംപിനും കമ്പനിയുമാണ് വൈറ്റ് ഹൗസിലിരുന്ന് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ 24 മണിക്കൂറും മുഴ നീളത്തിൽ നെടുനീളത്തിൽ അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അപരാധി ട്രംപിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലുമുണ്ട്. എന്താണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ ട്രംപിന്റെ കച്ചവട ഇടപാടുകളായ ട്രംപ് ഓർഗനൈസേഷന്റെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ. ട്രംപ് ഓർഗനൈസേഷൻ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുടെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ വിദേശ വിപണിയാണ് ഇന്ത്യ, ഉത്തരേന്ത്യ. 9 പദ്ധതികളാണ് ഇപ്പോൾ പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായി ഇന്ത്യയിൽ ട്രംപ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പദ്ധതികൾ വേഗത്തിൽ വികസിക്കുന്നതിന് എറിക് ട്രംപ് തന്റെ എക്സിലൂടെ ഇന്ത്യയെ അനുമോദിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ട്രംപ് ഓർഗനൈസേഷന് $12 മില്യൺ ഫീസാണ് ഇന്ത്യൻ പ്രോജക്റ്റുകൾ അതിന്റെ ട്രംപ് ഓർഗനൈസേഷന്റെ ബ്രാൻഡുകൾ വിറ്റതിൽ നിന്ന് മാത്രം ലഭിച്ചത്. ട്രംപിന്റെ ഏറ്റവും പുതിയ വരുമാന വെളിപ്പെടുത്തൽ പ്രസ്ഥാന പ്രകാരം വിദേശ ലൈസൻസിംഗിലും വികസന ഫീസിലുമൊക്കെ കമ്പനി ആ വർഷം നേടിയ $44.6 മില്യൺ പ്രധാന ഭാഗമാണ് ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും ചെന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം ഇന്ത്യയിലെ ഈ പദ്ധതി നടത്തിപ്പുകാർ ട്രംപിന്റെ ആ ബ്രാൻഡിന്റെ ഏറ്റുവാങ്ങിയ ആ നടത്തിപ്പുകാരുടെ അഴിമതി ആരോപണങ്ങളും മറ്റെല്ലാ രാജ്യങ്ങളിലും ഉള്ള അഴിമതിയേക്കാൾ വലുതാണ്. വിശദീകരണം ചോദിച്ചാൽ ട്രംപ് പറയും തങ്ങൾ മറ്റു രാജ്യങ്ങളിലേതുപോലെ തന്നെ ഇന്ത്യയിലും ട്രംപ് ഓർഗനൈസേഷൻ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള അവകാശം വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ തങ്ങൾ നേരിട്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നില്ല. അങ്ങനെ ട്രംപ് ഓർഗനൈസേഷൻ ബ്രാൻഡിൽ ഇന്ത്യൻ പങ്കാളികൾ അഴിമതി അടക്കം നടത്തി കൊഴുക്കുകയാണ്. ഇന്ത്യയിൽ ട്രംപ് ഓർഗനൈസേഷന്റെ പ്രധാന പങ്കാളികളായ പങ്കജ് ബൻസാലും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മാവനും മറ്റു കൂട്ടാളികളും വിവിധ അഴിമതി തട്ടിപ്പ് കേസുകൾ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. ട്രംപ് പദ്ധതികളുടെ അടക്കം പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച് ഏകദേശം $46 മില്യൺ കള്ളപ്പണം വെളുപ്പിക്കാൻ സാധിച്ചതിന് പങ്കജ് ബൻസാൽ നിയമ നടപടികൾ നേടുകയാണ്. ED കയറി പരിശോധന നടത്തി കഴിഞ്ഞു. മാത്രമല്ല ഈ കേസുകളിൽ ബന്ധപ്പെട്ട ഒരു ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചതിലും പങ്കജ് ബൻസാൽ കുറ്റവാളിയാണ്. നിയമവിരുദ്ധമായി പ്രധാനമായും ട്രംപ് ഓർഗനൈസേഷന്റെ പദ്ധതികൾക്കായി ഭൂമി സ്വന്തമാക്കാൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തിക്കുക, കള്ളപ്പണം വെളുപ്പിക്കൽ, സെക്യൂരിറ്റീസ് തട്ടിപ്പ്, കൈക്കൂലി, നികുതി വെട്ടിപ്പ്, ഇനി എന്തുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് ഈ ട്രംപിന്റെ ഇന്ത്യയിലെ കൂട്ടാളികൾ. ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ പങ്കാളികൾക്കെതിരെ കേസുകളുണ്ടെങ്കിലും ഇന്ത്യയിൽ ട്രംപ് ഓർഗനൈസേഷന്റെ പദ്ധതികൾക്കെതിരെ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ നടത്തിപ്പുകാർക്കെതിരെ പരാതി. ഇന്ത്യക്ക് പുറമെ അസർബൈജാൻ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലും പങ്കാളികളിൽ നിന്നും ട്രംപ് ഓർഗനൈസേഷൻ ഇതുപോലെ തന്നെ സമാനമായ അഴിമതി, കൈക്കൂലി ആരോപണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തികഞ്ഞ അഴിമതിക്കാരൻ, വഞ്ചകൻ, തട്ടിപ്പുകാരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണം സത്ഭരണം. അതുപോലെ തന്നെയാണ് ഈ പറയുന്നതും. പ്രസിഡന്റായ ട്രംപിന്റെ ഇടപെടൽ ഇല്ല എന്ന് എങ്ങനെ പറയും ഈ ട്രംപ് ഓർഗനൈസേഷന്റെ ഇന്ത്യയിലെ പദ്ധതികളിൽ? ട്രംപിന്റെ രണ്ടാമത്തെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ 51 നിലയുള്ള ഗുരുഗ്രാം പ്രൊജക്ടിലെ ആഡംബര അപ്പാർട്ട്മെന്റുകൾ 5 മണിക്കൂറിലാണ് വിറ്റ് തീർന്നത്. ഇത് ട്രംപ് എഫക്റ്റ് അല്ലേ? ട്രംപിന്റെ 50% തീരുവയ്ക്ക് ശേഷവും കമ്പനിയുടെ ഇന്ത്യയിലെ വികസനം പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ സർക്കാരിന് അറിയാതെ. പക്ഷേ രണ്ടും തമ്മിൽ കൂട്ടിക്കലർത്താൻ ഇന്ത്യ തയ്യാറല്ല. പ്രസിഡന്റ് പദവിയുടെ 1ാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ ട്രംപ് ഇത്തരം ബിസിനസ് താല്പര്യങ്ങൾക്ക് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും 2ാം ടൈമിലേക്ക് അധികാരത്തിലേറിയപ്പോൾ എല്ലാം മതിൽക്കെട്ട് തകർന്ന് കുത്തൊലിച്ചതുപോലെയായി. ബസന്ത്, രൂപ്, പങ്കജ് ബൻസൽ എന്നീ പങ്കാളികളെ 2023 ജൂണിലാണ് ED അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഇന്ത്യയിലെ പത്രങ്ങളിൽ വ്യാപകമായി വാർത്തയും വന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, കൈക്കൂലി, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ മൂവരും നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ
ബെൻസാൽ നടത്തിയിരിക്കുന്ന ഈ അഴിമതികളൊന്നും US ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ട്രംപ് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ 2 വ്യത്യസ്ത പ്രൊജക്ടുകളിൽ ഡെവലപ്പർമാർ ബിൽഡിംഗ് കോഡുകൾ ലംഘിച്ചതാണ് ഏറ്റവും പുതിയ കേസ്. മറ്റൊരു സ്ഥാപനത്തിന്റെ സ്ഥാപകനെതിരെയും സെക്യൂരിറ്റീസ് തട്ടിപ്പ് ആരോപിക്കപ്പെട്ടു. ഒരു ഇന്ത്യൻ പങ്കാളി, ഈ 3 പേരിൽ ഒരു ഇന്ത്യൻ പങ്കാളി ഭൂമി സ്വന്തമാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അഴിമതി നടത്തിയതിന് വേറൊരു കേസുമുണ്ട്. ഇപ്പോൾ ന്യൂഡൽഹിക്ക് പുറത്തുള്ള ഗോൾഫ് എസ്റ്റേറ്റിലെ ഡെവലപ്പർ ഓഫീസുകളിലും ബെൻസാലിന്റെ വീടുകളിലുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയും പണം, ആഭരണങ്ങൾ, ഫെറാറി കാർ, ലംബോർഗിനി, ബെന്ലി എന്നിവയൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. കാരണം ഇതൊക്കെ വഴിവിട്ട് വന്നതാണ്. ട്രംപ് ഓർഗനൈസേഷന്റെ പേരിൽ അതുപോലുമല്ല, അതുക്ക് മേലെ വഴിവിട്ട് വന്ന അനധികൃത സ്വത്തുക്കളെയാണ് ED അതിനെ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലെ പോലെ തന്നെ ഇന്ത്യയിലും ട്രംപ് ഓർഗനൈസേഷൻ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള അധികാരമാണ്, അവകാശമാണ് പങ്കാളികൾക്ക് നൽകിയിരിക്കുന്നത്. മുംബൈ, പൂനെ നഗരങ്ങളിലെ പൂർത്തിയായ 2 ആഡംബര റെസിഡൻഷ്യൽ ടവറുകൾ, കൊൽക്കത്തയിലും ഗുരുഗ്രാമിലും പൂർത്തിയാകാറായ 2 പദ്ധതികൾ, അങ്ങനെ ഇന്ത്യയിലെ 6ഓളം പദ്ധതികളിൽ ട്രംപ് ഇതേ മാതൃക പിന്തുടരുന്നുണ്ട്. ട്രംപിന്റെ പങ്കാളികളും അതേ അഴിമതി, വഞ്ചന, തട്ടിപ്പ് മാതൃകയും പിന്തുടരും. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണം. പെൻസിൽവാനിയ സർവകലാശാലയിലെ വാൾട്ടൺ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങിയ ധനകാര്യ വിദഗ്ധൻ കൽപേഷ് മേത്ത വഴിയാണ് ട്രംപ് ഈ ബെൻസാൽ ടീമുകളെ പരിചയപ്പെട്ടത്. ട്രംപ് ഓർഗനൈസേഷന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായി സേവനമനുഷ്ഠിക്കുകയും ആ ട്രംപിന്റെ കുടുംബത്തിന് ഇന്ത്യ വരുമ്പോഴുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്ന ആളാണ് ഇതേ കൽപേഷ് മേത്ത. മേത്തയും ഡൊണാൾഡ് ട്രംപ് ജൂനിയറും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. പ്രസിഡന്റിന്റെ മകൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായാണ് മേത്തയും ഇടയ്ക്ക് വിശേഷിപ്പിച്ചത്. ഇത്തവണത്തെ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ ഒരു അഴിമതി കേസിലും പ്രതിയാക്കപ്പെടാത്ത മേത്തയും പങ്കെടുത്തിരുന്നു. 2021 ഡൊണാൾഡ് ട്രംപ് ആദ്യ ടൈം പൂർത്തിയാക്കി വൈറ്റ് ഹൗസ് വിട്ട ശേഷം തന്റെ ഉപജീവന മാർഗം എന്ന നിലയിൽ തന്റെ ട്രംപ് ഓർഗനൈസേഷന്റെ ബ്രാൻഡിലുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ ഒന്നും കൊഴിപ്പിച്ചു. ഒമാനിൽ $500 മില്യൺ ഗോൾഫ് റിസോർട്ട് ആ പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്തതിനും ബ്രാൻഡ് ചെയ്തതിന്റെ കരാർ അവർ ഇടയ്ക്ക് വെട്ടിക്കുറച്ചിരുന്നു. പിന്നെ ആ പണമെടുത്താണ് ഇന്ത്യയിലെ പുതിയ പദ്ധതികൾക്കായി അവർ ഫണ്ട് കണ്ടെത്തിയത്. ആദ്യ ടൈമിൽ ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിൽ നിന്നും ട്രംപ് ഓർഗനൈസേഷന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവട നേതൃത്വം ഏറ്റെടുത്ത എറിക് ട്രംപ് 2024 തുടക്കത്തിൽ തന്റെ പിതാവ് വീണ്ടും ജയിച്ചാൽ ഇതൊക്കെ ഉപേക്ഷിക്കുമെന്നൊരു ശപഥമെടുത്തു. പക്ഷേ വോട്ടെടുപ്പ് അടുത്തെത്തിയപ്പോൾ കമ്പനിക്കുള്ള വികാരം മാറി. വിദേശ പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപ് ഓർഗനൈസേഷൻ തന്റെ പങ്കാളികളും കൂടി 12 അന്താരാഷ്ട്ര റിയൽ എസ്റ്റേറ്റ് പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. അതിൽ 5 ഇന്ത്യയിൽ. ഏപ്രിൽ പ്രഖ്യാപിച്ച ട്രംപ് റെസിഡൻസ് ഗുഡ്ഗാവും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലെ പദ്ധതികളുമൊക്കെ ഈ 5 പെടും. ട്രംപ് പ്രതിനിധിയുടെ അഭിപ്രായത്തിൽ 12 പദ്ധതികൾ നവംബറിന് മുമ്പേ കരാറാക്കി. ട്രംപിന്റെ വിജയത്തോടെ, അതായത് ട്രംപ് ജയിക്കുന്നതിന് മുമ്പേ കരാറാക്കി. ട്രംപിന്റെ വിജയത്തോടെ ഇന്ത്യൻ പദ്ധതികൾക്ക് പുതിയ ആകർഷണം വന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ബ്രാൻഡഡായ കെട്ടിടങ്ങൾ, പദ്ധതികൾ. അങ്ങനെ ട്രംപ് ഓർഗനൈസേഷൻ ബ്രാൻഡിൽ ഇന്ത്യൻ പങ്കാളികൾ അഴിമതിയും മറ്റും നടത്തി തിന്ന് കൊഴുക്കുകയാണ് ഇന്ത്യയിൽ കിടന്ന്. ട്രംപ് അങ്ങ് US കിടന്ന് മറ്റു രീതിയിൽ പറഞ്ഞ് അർമാദിച്ച് കൊഴുക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച